ഹായ്, ഇതൊരു സൺഡേയിലെടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മാത്രമല്ല ഷുഗർ ടെസ്റ്റിനൊക്കെ പോകുന്നത്, അമ്മയുണ്ട് കേട്ടോ കൂടെ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിരുന്നു വെളുപ്പിനെ. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിയില്ലേ, വെള്ളം ഇങ്ങനെ വരുന്നു, തേങ്ങ ഒഴുകി ഒഴുകി വരുന്നു. ഞാൻ ഇങ്ങനെ പോയി പിടിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ വീട് ഒഴിച്ചു പോകും. ഞാനും അമ്മച്ചമ്മ ഞാൻ കണ്ട വെളുപ്പിനെയുള്ള സ്വപ്നമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചമ്മ ഞാനൊക്കെ ഉണ്ടായിരുന്നു, വീട് ഒലിച്ചു പോകുന്നതായിട്ടൊക്കെ കണ്ടു. എന്താണ് അങ്ങനെ കണ്ടതെന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ ആലോചിച്ച് കിടന്നാലും കാണുന്നത് എന്തൊക്കെയോ കേട്ടോ. ഞാനാണെങ്കിൽ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. സ്വപ്നം ജീവിയാണെന്നാണ് എൻ്റെ കുഞ്ഞനെന്നെ പറയുന്നത്. കാരണം ഇത്രയും സ്വപ്നങ്ങൾ കണ്ടാലും തീരത്തില്ല. എന്നും ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് കാണും കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ പുന്തലത്താഴത്ത് വന്നു, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു, എനിക്ക് ഷുഗർ ടെസ്റ്റിന് കൊടുത്തു. അമ്മയ്ക്ക് കൊളസ്ട്രോളിന് മാത്രമേ കൊടുത്തുള്ളൂ, ഷുഗറിന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഫാസ്റ്റിങ് ചെയ്യണമെങ്കിൽ നമ്മൾ കാപ്പിയോ ചായയോ ഒന്നും കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അമ്മ രാവിലെ തന്നെ നല്ല മധുരമൊക്കെ ഇട്ട് ഒരു കട്ടനങ്ങ് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഷുഗർ ടെസ്റ്റ് നടത്തിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ പിന്നെ തിരിച്ച് വീട്ടിലോട്ടും വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴേ അമ്മ തുണി കഴുകാൻ വേണ്ടിയിട്ട് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെടുത്തുകൊണ്ട് പിന്നെ കൊണ്ടുപോയി വിരിച്ചൊക്കെ ഇട്ടു. പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കാപ്പിക്ക്. അത് പിന്നെ ഞങ്ങൾ രണ്ടല്ല 3 പേര്. അമ്മ തുണി വിരിച്ചിട്ടിട്ട് ഇപ്പോൾ വരും കേട്ടോ. ഞാൻ കിടന്ന് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുക, പിന്നെ നൂത്തിട്ടാൽ പോരേന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞാൻ കിടന്നപ്പോഴാണ് മമ്മി വന്നത്. അങ്ങനെ അമ്മ സാരിയൊക്കെ മാറാതെ നിൽക്കുകയായിരുന്നു. രാവിലെ തന്നെ നമ്മുടെ ഫുഡെല്ലാം ആയിട്ടുണ്ടായിരുന്നു. ചോറും സാമ്പാറും ഒക്കെ രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു, അത് ഉച്ചയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം അമ്മയും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ കയ്യെട്ടി ഈശോയുടെ പള്ളി ഉണ്ടല്ലോ കൊല്ലത്ത്, അവിടെ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മമ്മി വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിന്നു. പിന്നെ വരുമ്പോൾ എന്തെങ്കിലും പാപ്പം തിന്നാൻ കൊണ്ടുവരുമല്ലോ. മുട്ട പപ്സ് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വരുമ്പോഴേക്കും മുട്ട പപ്സ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരിക. നമ്മുടെ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് അവിടുത്തെ മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മിച്ചറോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ബിസ്ക്കറ്റ് ഞാൻ തൊടുത്ത് പോലും ഇല്ല. അത് ഷുഗറുള്ളവർക്ക് കഴിക്കേണ്ട ബിസ്ക്കറ്റാണ് കേട്ടോ, മധുരമേ ഉണ്ടാവത്തില്ല. ഒരു വട്ടം എനിക്ക് അമ്മ വാങ്ങിച്ചിട്ട് തന്നെ ഞാൻ തൊട്ടത് പോലും ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ മമ്മി വാങ്ങിച്ചിട്ട് വന്ന് എനിക്കാണെങ്കിൽ ബിസ്ക്കറ്റേ തീരെ ഇഷ്ടമല്ല, അതിൻ്റെ കൂടെ ഇത് വേറെ. അമ്മ ഇനി വന്നാണ് 2 പേരും. ഒരാള് കുറേ പേർക്ക് ഭയങ്കര സംശയങ്ങളാണ്. നിങ്ങൾ 2 പേരാണ്. ഞങ്ങൾ 2 അനിയത്തിയും ചേട്ടത്തി. അങ്ങോട്ട് പോയി നിൽക്കാതെ ഇങ്ങോട്ട് പോകാം. നിങ്ങൾ 2 അനിയത്തിയും ചേട്ടത്തിയാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ ആരാണ് ചേച്ചി ആരാണ് അനിയത്തി എന്ന് അറിയത്തില്ല. ഇതാണ് ചേച്ചി, ഇതാണ് അനിയത്തി. ഇനി ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് ചിറ്റയെന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളെപ്പോലെ ഇവർ 3 പേര്. ഇനി എല്ലാവരുടെയും സംശയങ്ങളാണ്, മമ്മി ആരാ അമ്മ ആരാ, ഇതിനകത്ത് കുറേ അമ്മമാരുണ്ടല്ലോ എന്നൊക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയലുണ്ടോ? ഈ വയറ്റിൽ ഞാൻ ജനിച്ചു, പക്ഷെ ഈ കൈകളിലാണ് ഞാൻ വളർന്നത്. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരേപോലെ. ഇപ്പം എനിക്കാണെങ്കിൽ 3 അമ്മമാരിൽ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വീഡിയോയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോയിൽ അങ്ങ് പറയാമായിരുന്നു. ഇതല്ലേ സത്യം, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത അമ്മ വരുമ്പം കാണിക്കാം. അതെ, ചിത്തി ഇല്ല, ചിത്തി ഉണ്ടെങ്കിൽ ചിത്തിയും കൂടെ കാണിക്കായിരുന്നു. ചിത്തിയെ കുറേ പേർക്കൊക്കെ അറിയാം. കടിക്കട്ടെ കിണറ്റിന് പോച്ചറച്ചതിട്ടൊന്ന് വരഞ്ഞതാ. അങ്ങനെ ഞാൻ തൊട്ടി ഇറക്കി തൊടിയിലോട്ട് സൈഡ് വെച്ച്, എന്നിട്ട് കമ്പിന് വ്യത്യാസങ്ങളാണ് നമ്മുടെ കിണറ്റിനകത്ത്. അത് എന്ത് പോച്ചണ്ടല്ലോ കിണറ്റിനകത്ത്, അതേ ചില പോച്ച. അത് അങ്ങനെ വരഞ്ഞതായത് പോയി തലയും കുത്തി നിൽക്കുവനകത്ത്. ഇതിട്ട് കമ്പിട്ട് കുത്തി. അങ്ങനെയൊന്നും ചെയ്യരുത്. ആരെങ്കിലും വിളിച്ച് വലിഞ്ഞിരിക്കുമല്ലേ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരും ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത് തന്നെ. ഇതിന് മുന്നേ ഞാൻ പല വീഡിയോസിനകത്തും ഇങ്ങനെ മാറ്റി പറഞ്ഞ് തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തരംതിരിച്ച് എൻ്റെ 3 അമ്മമാരെയും തരംതിരിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ അവരെ ഞാൻ അങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്കത് ഇന്ന ആളാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കേൾക്കുന്ന അവർക്കും അതൊരു സങ്കടമാണ്. പിന്നെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ 3നെയും കൂടി
നിർത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നാണ് വിചാരിച്ചത്. ഒരാളിവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേരെ നിർത്തിയിട്ട് പറയാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് എനിക്ക് വരുന്നുണ്ടായിരുന്നു കമൻസ്. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല, ഞാൻ ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓരോരുത്തരതും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിനു മുന്നേ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വന്നിട്ട് ഞാൻ എന്തോ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ കമൻറ്റും കൂടെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയാൻ. കാരണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതൊരു വിഷയമല്ല. കാരണം എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ അമ്മ പോയതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നേ. അത് ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ ലാബിൽ പോയി രണ്ടാമതും ടെസ്റ്റിന് കൊടുക്കണമല്ലോ. അത് കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ മമ്മി മേടിച്ചിട്ട് വന്ന് പപ്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അമ്മ വന്നിട്ട് പിന്നെ ഇതാ അതായത് മറ്റേ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുരട്ടി ഇങ്ങനെ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ അത് വന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. വൈകുന്നേരം ഇനി ചിക്കൻ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ ഇട്ടു ഞങ്ങൾ കുടിച്ചു. ഈ ഒരു സാധനം ഈ നട്ട്സ് എനിക്കിപ്പം കണ്ണിനേര് കണ്ടുകൂടാതായി കേട്ടോ. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തുടങ്ങിയതാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ പിടിക്കും. ഇങ്ങനെ അഴിക്കുമ്പോൾ എനിക്ക് എന്തോ വല്ലാതെ തോന്നും കേട്ടോ. ചില ഫുഡിനോടൊക്കെ വെറുപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഇൻസുലിൻ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാത്രി എടുക്കാനും കൂടെ ഉള്ളൂ. നാളെ രാവിലെ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോയി കുഞ്ഞൻ വാങ്ങിച്ചിട്ട് വന്നു. ഇന്ന് രാത്രിയിലേക്ക് നമുക്ക് ചിക്കൻ ചുക്കയാണ്. ഇന്ന് അമ്മയുടെ ചിക്കൻ ചുക്കയാണ്. ഇതിന് മുന്നേ ഞാൻ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കുക. കുറച്ച് നാളായി ഇട്ടിട്ട്. അങ്ങനെ പിന്നെ അമ്മ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വന്നിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരുത്തേക്കിടക്ക് ഒപ്പിക്കുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. നമ്മുടെ അമ്മമാർക്കിടത്തൊക്കെയല്ലേ നമുക്കിങ്ങനെ കുരുത്തേക്കിടക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിനി എത്രയൊക്കെ വലുതായി എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും കുഞ്ഞായിരിക്കും. അവർക്ക് തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മളൊരു കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും അവരെപ്പോഴും കാണുന്നത്. എൻ്റെ കുഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറയായിരുന്നു, നീ ഇനി ഒരു അമ്മയാകാൻ പോവുകയാണ്, ഇനി കുഞ്ഞൊക്കെ വരാൻ പോവുകയാണ്, നീ അതുകൊണ്ട് കുറച്ച് മെച്യൂരിറ്റിയൊക്കെ കാണിക്കണം, ഈ കുട്ടികളെയൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഇനി എന്തൊക്കെ ആയാലും ശരി തന്നെ, ഞാനിങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതന്നെയാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇപ്പോൾ അമ്മമാർക്ക് അടുത്ത് ഞങ്ങളാണെങ്കിൽ ഞങ്ങളെപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പാണ്. ഇടപെടാ ബന്ധങ്ങളാണ്. കാരണം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യമായാലും അവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റും. എന്തുണ്ടെങ്കിലും അവരുടെ അടുത്ത് പറയാൻ പറ്റും. അതല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പേടി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞും വന്നു കഴിയുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാൻ പറ്റും. അതേപോലെ തിരിച്ച് നമുക്ക് എന്തെങ്കിലും ആയാലും പറഞ്ഞാലും അവർ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്തും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ കുഞ്ഞനായാലും ശരി തന്നെ അതേപോലെ തന്നെ കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭർത്താവൊന്നുമല്ല. കുഞ്ഞിൻ്റെ അടുത്ത് ഞാനും അതേപോലെ തിരിച്ചായാലും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പാട്ടോ. എനിക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടം. കാരണം ആ ഒരു സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം സമാധാനമായിട്ട് പോകാൻ പറ്റും. നിങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ തുണികൾ കുറച്ച് വാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അയൺ ചെയ്തും കൂടെ മടക്കി അങ്ങ് വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് കുഞ്ഞു തുണികളാണെങ്കിലും ഒത്തിരി ഉണ്ട് കേട്ടോ. കുഞ്ഞു പൊടി തുണികൾ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കുഞ്ഞൻ തേച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ തേച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പോഴത്തേക്ക് അമ്മ ഫുഡൊക്കെ ആക്കിയിട്ട് അമ്മ വിളിക്കാൻ തുടങ്ങി, വാ നേരത്തെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് തുണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തേക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഞാനങ്ങ് തേച്ചു. കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ സൈഡ് കഴിഞ്ഞിരിക്കുമ്പോൾ ഏഴിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബാലൻസ് പിന്നെ ഞാനാട്ടോ തേച്ച് മടക്കി എല്ലാം ഒന്ന് വെച്ചു. ഇനി ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ ഇനി കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടിയിലാക്കി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ എന്താ പറയുക, നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് എടുത്ത് വെച്ചാൽ മതി. എൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഷർട്ട് കുറച്ച് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൈയോടെ മടക്കി വെച്ചില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും കേട്ടോ. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അതെല്ലാം ഒന്ന് മടക്കി ഒന്ന് അലമാരിയിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജോലിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റ.